ഇനി കൃത്യം 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അല്ല, നിങ്ങൾക്കാർക്കും പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാനല്ലേ? എന്ത് തീരുമാനം? അല്ല, ഈ പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും പറയാറുണ്ട്, ഞാൻ ഇനി മുതൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ. ഓ, ന്യൂ ഇയർ റെസൊല്യൂഷൻ. യെസ്, അങ്ങനൊന്നും നിങ്ങൾക്കില്ലേ? ഈ ഓസിലേഷൻ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഈ പുതിയ വർഷത്തിൽ എനിക്കൊരു നടനാവണമെന്ന്. ഇതാ കുഴപ്പം. എടാ, നടക്കാൻ പാടില്ലാത്ത സ്വപ്നങ്ങളല്ല പറയേണ്ടത്. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാ എന്താ പറയാ, ഈ നമ്മുടെ വൃത്തികെട്ട ശീലങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുക, പുതിയ പുതിയ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങുക, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ സ്റ്റാർ ആവില്ലെന്ന് ആരാ പറഞ്ഞേ? അതിപ്പോ ആർക്കും പറയാലോ. അങ്ങനെ തോന്നിയത് പറഞ്ഞാ അടുത്ത വർഷം മോനൊരു പല്ല് കുറവായിരിക്കും. അറിയാലോ, അതിന് എനിക്ക് ഈ 2 മിനിറ്റ് പോലും ധാരാളാ. നിർത്തടാ, വെറുതെ ഓരോന്ന് പറഞ്ഞ മൂഡ് കളയാതെ. ആർക്കെങ്കിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ വേഗം വേണം, സമയമില്ല. ശരി, ഞാൻ തന്നെ ആദ്യം പറയാം. എല്ലാരും പറയുന്നു എനിക്ക് ഇച്ചിരി ക്ലീൻനെസ് കൂടുതലല്ലേ. ഞാൻ ഈ വർഷം തൊട്ട് ഇച്ചിരി ക്ലീൻനെസ് കുറയ്ക്കുകയാണ്. ഓ, അപ്പൊ നമുക്ക് മുമ്പിലുള്ളതൊരു വൃത്തിയില്ലാത്ത വർഷല്ലേ? എന്താടി നിന്റെ തീരുമാനം? സി, എന്നെ സംബന്ധിച്ചോളം എല്ലാവരുടെയും വിചാരം എനിക്ക് അല്പ ദേഷ്യ കൂടുതലാണെന്നും ഞാൻ ഹെൽത്ത് ടിപ്സ് ഒക്കെ കുറച്ച് അധികം കൊടുക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഈ വർഷം ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ ഹെൽത്ത് ടിപ്സ് കൊടുക്കും, വേണ്ടാത്തവർക്ക് വേണ്ട. എന്റെ കർത്താവേ, എന്റെ തീരുമാനം ന്യൂ ഇയറിൽ പൊളിഞ്ഞാലും സാരമില്ല, നിന്റെ തീരുമാനം നടപ്പിലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. പാറു, താങ്ക്സ് എ ലോട്ട്. ഇനി എന്റെ തീരുമാനം ഞാൻ പറയാം. പുതിയ വർഷത്തിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ നേരെയാക്കി ഒരു സിനിമയിലെങ്കിലും നായകനായി അഭിനയിക്കും. പിന്നെ എന്റെ ഇംഗ്ലീഷ് ഒരല്പം വീക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ. അല്പമല്ല, കുറച്ച് കൂടുതൽ അല്പം വീക്കാ. എടാ, നീ വെറുതെ തോക്ക് കയറി വെടിവെക്കരുത് കേട്ടോ. ഇല്ല, വെടി കയറി തോക്ക് വെച്ചോളാം, ലാഗില്ലാതെ കാര്യം പറയണേ. അപ്പൊ വീക്കായ ഇംഗ്ലീഷ് സംസാരിച്ച് റെഡിയാക്കണമെന്ന് പാറു പറഞ്ഞ അനുസരിച്ച് പുതിയ വർഷത്തെ ഡേ ടൈമിൽ ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കും. ഒയ്യോ, എടാ അത് വേണോടാ? അത് വേണം റോയ്ച്ച, ഇംഗ്ലീഷിനെ കീഴ്പ്പെടുത്തണം. കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ ഞാൻ കുഴയും. ഏതായാലും ആനന്ദിന്റെ തീരുമാനം കുറച്ച് കട്ടിയായി പോയി. ഇനി ഞാൻ എന്റെ തീരുമാനം പറയാം. പുതിയ വർഷത്തിൽ ഞാൻ എന്റെ ഫ്ലേട്ടിംഗ് എന്ന കലാപരിപാടി പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യും. റോയ്ച്ച, എന്ത് പണിയാണ് കാണിച്ചത്? സാറെ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. റോയ്ച്ച, നീയാണോ എല്ലാത്തിനും കാരണം? റോയ്ച്ച, കർത്താവ് വേണ്ടായിരുന്നു. റോയ്ച്ച, ബോധം കടണ്ട, ഞാൻ തീരുമാനം മാറ്റിക്കോളാം, ഞാൻ ഫ്ലേട്ട് ചെയ്തോളാം. എന്റെ പൊന്നു മോനെ ടോണി, മനുഷ്യനെ വെറുതെ വട്ടാക്കല്ല. ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പറയുന്നതിന് മുമ്പ് ഇച്ചായനോടൊന്ന് പറഞ്ഞേക്കണേ മോനെ. ജീവൻ ഓക്കെ, ഇനി കൗണ്ട് ഡൗൺ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി 2020! ആനന്ദപ്പെട്ടാ? ഹാപ്പി ന്യൂ ഇയർ. അത് കൊള്ളാം. അല്ല, ഞങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു. റോയ്ച്ചന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമില്ലേ? ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അയ്യോ, തെറ്റൊന്നും ചെയ്യാത്തൊരു റോയ്ച്ചൻ, അയ്യോ, നമ്മളെ റോയ്ച്ചൻ നല്ലത്.